ആലപ്പുഴയിലെ പ്രമാദമായ മാന്നാർ ജയന്തി വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. പ്രതിയും ജയന്തിയുടെ ഭർത്താവുമായ കുട്ടിക്കൃഷ്ണനാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിജി ശ്രീദേവി വധശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന് 2 പതിറ്റാണ്ടിന് ശേഷമാണ് കേസിലെ വിധി. കേരളത്തെ ഞെട്ടിച്ച മാന്നാർ ജയന്തി കൊലപാതക കേസിൽ 2 പതിറ്റാണ്ടിന് ശേഷമാണ് പ്രതിയും ജയന്തിയുടെ ഭർത്താവുമായ കുട്ടിക്കൃഷ്ണന് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 2004 ഏപ്രിൽ 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഭാര്യ ജയന്തിയെ സംശയത്തിന്റെ പേരിൽ കുട്ടിക്കൃഷ്ണൻ 1.5 വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ച് കറിക്കത്തിയും ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. തുടർന്ന് ഒരു ദിവസം മുഴുവൻ പിഞ്ചുകുഞ്ഞുമായി പ്രതി മൃതദേഹത്തിന് കാവലിരുന്നു. പിറ്റേ ദിവസം രാവിലെ കുട്ടിക്കൃഷ്ണൻ മകളുമായി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി സ്ഥലവും വീടും വിറ്റ് പണവുമായി മുങ്ങി. ഇതോടെ കേസിന്റെ വിചാരണ വർഷങ്ങൾ നീണ്ടു. സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ 2 വർഷം മുൻപാണ് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തത്. 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി ഇളവർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. IPC 302 പ്രകാരം വധശിക്ഷയും IPC 297 അത് മൃതദേഹത്തിലുള്ള അനാദരവും അത് പ്രകാരം 1 ദിവസം ആണ് തടവുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 1 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്നും അങ്ങനെ കൊടുക്കുന്ന പിഴയിൽ 50,000 രൂപ മകൾക്ക് നൽകണമെന്നും അത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസിൽ കെട്ടിവെച്ചിട്ട് അവിടെ നിന്നും നൽകണമെന്നുമാണ് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതിയിൽ നിന്ന് 1 ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. ഇതിൽ 50,000 രൂപ മകൾക്ക് നൽകണം. കോടതിയിൽ ഹാജരാക്കിയ ജയന്തിയുടെ സ്വർണ്ണാഭരണങ്ങളും മകൾക്ക് നൽകാൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ജനം, ആലപ്പുഴ.